നീറ്റ് പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണ വിവരങ്ങൾ വിലയിരുത്തിയ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നീറ്റ് പരീക്ഷാ ക്രമക്കേടിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന ആരോപണവുമായി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് രംഗത്ത് വന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർന്നു കിട്ടിയതായി വിദ്യാർത്ഥി സമ്മതിച്ചു. അറസ്റ്റിലായ ബീഹാർ സ്വദേശി അനുരാഗ് യാദവാണ് ഇക്കാര്യം സമ്മതിച്ചത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണ വിവരങ്ങൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് വിലയിരുത്തി. പരീക്ഷ റദ്ദാക്കുന്നതടക്കമുള്ള നടപടികൾ സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ ആലോചന നടക്കുന്നതായാണ് വിവരം. അതേസമയം പ്രതിപക്ഷ പാർട്ടികൾ സർക്കാരിനെ കടന്നാക്രമിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. സമാജ്വാദി പാർട്ടി, കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ്, ഇടത് പാർട്ടികൾ അങ്ങനെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ സർക്കാരിനെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിക്കുന്നത്. മോദി സർക്കാരിന്റെ കീഴിൽ ചോദ്യപേപ്പറുകൾ പോലും സുരക്ഷിതമല്ലെന്നും നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതിൽ ഗൂഢാലോചനയുണ്ടെന്നും ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നും അഖിലേഷ് യാദവ് ആവശ്യപ്പെട്ടു. അതേസമയം അറസ്റ്റിലായ വിദ്യാർത്ഥി ചോദ്യപേപ്പർ ചോർന്നു കിട്ടിയെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ബന്ധു വഴിയാണ് ചോദ്യപേപ്പർ ലഭിച്ചതെന്നും അന്വേഷണ സംഘം മുമ്പാകെ മൊഴി നൽകി. സമസ്തിപൂർ പോലീസാണ് വിദ്യാർത്ഥിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. നേരത്തെ ബീഹാറിൽ 13 പേരെ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.